പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കുറുകിയ ചാറോട് കൂടിയ തേങ്ങ വറുത്തരച്ച സ്രാവ് കറിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും 4-5 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ കുരുമുളക് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ല കറുത്ത കളറായിട്ട് കിട്ടുന്നത്. ഈ തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. ഇനി ഈ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി ഒരു വലുത് ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാദാ വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. കുടംപുളി വേണമെങ്കിൽ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒരു സെമി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിള വന്ന് കഴിയുമ്പം ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്രാവാണ് എടുത്തിട്ടുള്ളത്. നല്ല മാംസമുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ നല്ല കുറുകി മീനിലേക്ക് പിടിക്കുന്ന രീതിയിലായിട്ടുണ്ടാവും. നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് കറി. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മളൊരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കാം. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയിലാണ് തക്കാളി വഴറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയാൽ ദാ ഇതുപോലെ നല്ല കുറുകിയിട്ടുള്ള നല്ല കറുത്ത കളറിലുള്ള കറി നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.